ടെക്സ്റ്റ് ബുക്ക് അടുത്ത് വെക്കണേ, എടുത്തിട്ട് അത് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, നോക്കിക്കോളൂ. In the given figure, in the given figure, in the given figure, DE parallel to BC. Find EC. അപ്പം അതിനകത്ത് പടം തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇന്നലെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പഠിച്ചായിരുന്നു, ശരിയല്ലേ? ഓർക്കുന്നുണ്ടോ? എ ബി സി ഡി ഇ. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്താ പറയുന്നത്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നത് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് മറ്റ് രണ്ട് സൈഡിനെ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? അത് ആ കണക്ട് ചെയ്യുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന സൈഡിനെ എന്ത് ചെയ്യും? റേഷ്യോസിൽ കട്ട് ചെയ്യുന്ന പറഞ്ഞത്. അതായത് ഇപ്പം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ്, ഇത് എ ബി സി. ഈ DE എന്ന് പറയുന്ന ഈ ലൈൻ, ഈ ബി സിക്ക് പാരലൽ ആയിട്ട് വരച്ചാൽ അത് എന്ത് ചെയ്യും? ഈ AB എന്ന് പറയുന്ന സൈഡിനെയും AC എന്ന് പറയുന്ന സൈഡിനെയും എന്ത് ചെയ്യും? സെയിം റേഷ്യോസ് കട്ട് ചെയ്യും. അതായത് ഇങ്ങനെ AD divided by DB will be is equal to AE divided by EC ആയിരിക്കും എന്നർത്ഥം. അത്രമേ ഉള്ളൂ. അതാണ് ഇന്നലെ പഠിപ്പിച്ചത്. പിന്നെ ആ ഒരു സിമിലാരിറ്റി എന്താണെന്നുള്ളതിന്റെ കൺസെപ്റ്റും പഠിപ്പിച്ചു. അത് നിങ്ങൾ അതിന്ന് നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഇതിന്റെ ഈ ഒരു കൺസെപ്റ്റ് വരുന്ന എക്സസൈസ് ആണ് ഇന്ന് ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇത് അവർ തന്നിരിക്കുന്നത്, ഇതിന്റെ വാല്യൂ അവർ തന്നിരിക്കുന്നത് 1.5 ആണ്. അതേപോലെ ഇതിന്റെ വാല്യൂ 1 ആണ് തന്നിരിക്കുന്നത്. ഇത് 3 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ഈസി ആണ്. ഓക്കെ, നമുക്കറിയാം അവര് DE പാരലൽ ടു BC എന്നുണ്ട്. പാരലൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അവർ ജസ്റ്റ് ഇങ്ങനെ ഒരു ആരോ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പാരലൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ തന്നാലും അതെന്താ, ജസ്റ്റ് ഇങ്ങനെ സിംഗിൾ ആരോ തന്നാലും എന്താണ് പാരലൽ ആണെന്നർത്ഥം. അങ്ങനെ പാരലൽ ആണെങ്കിൽ നമ്മുടെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം വെച്ചിട്ട് എന്താ പറയുന്നത്? AD divided by DB will be is equal to AE divided by EC ആയിരിക്കും. AD എന്ന് പറയുന്നത് 1.5 ആണ്, DB എന്ന് പറയുന്നത് 3 ആണ്, AE എന്ന് പറയുന്നത് 1 ആണ്, EC. ഓക്കെ, EC ആ കണ്ടുപിടിക്കുന്നത്. EC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഈ 1.5നെ താഴെ ഇറക്കുക. അതായത് EC is equal to 1 into 3 divided by 1.5. അതായത് 3 divided by 1.5 എന്ന് പറയുമ്പോൾ 2. അപ്പൊ ECയുടെ വാല്യൂ എന്ത് കിട്ടും? 2. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഞാൻ ഓരോരുത്തരോടും ഒന്ന് ചോദിക്കാം ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്നുള്ളത്. ആരവ് ഓക്കെ ആണോ മോനെ? ആരവ് ഐറിൻ Yes sir. അൽബീന Yes sir. അർച്ചിത ആശിഷ് Okay sir. ഡീൻ ദേവനന്ദ എനോക്ക് Okay. Yes sir. ജോഹാൻ, അതേപോലെ തന്നെ സായി കേറിയിട്ടുണ്ടോ? കുഴപ്പമില്ല. ദേവജിത്ത്, Yes sir. ലിജോ, Okay sir. രോഹിത്, ശ്രേയ. ഓക്കെ അപ്പം നോക്കിക്കോളൂ.
നോക്കിയോളൂ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇൻ ദ ഗിവൺ ഫിഗർ ഫൈൻഡ് AD. ഗിവൺ ഫിഗർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. A B C D E. അവര് ഇത് ഇങ്ങനെ തന്നിരിക്കുക. അപ്പൊ അതിനർത്ഥം എന്താ? ഇത് DE പാരലൽ ടു, അതും എന്താ തന്നെ DE പാരലൽ ടു BC ആണ്. DE പാരലൽ ടു BC ആണ്. അത് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് 1.8 ആണ്, ഇത് 5.4 ആണ്, ഇത് 7.2 ആണ്. കണ്ടുപിടിക്കേണ്ടത് AD ആണ്. കണ്ടുപിടിച്ചിട്ട് ആൻസർ ആരോ ഒന്ന് പറഞ്ഞേ. ഈ ആൻസർ കണ്ടുപിടിച്ചിട്ട് ആരോ ഒന്ന് പറഞ്ഞേ. ആരോ ആൻസർ പറഞ്ഞേ. ഇതിന്റെ ആരോ ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയോളൂ. AD ഇതും പാരലൽ ആയതുകൊണ്ട് AD ഡിവൈഡ് ബൈ DB ഈസ് ഈക്വൽ ടു എന്താ? AE ഡിവൈഡ് ബൈ EC എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ AD ആണ് കണ്ടുപിടിക്കേണ്ടത്. AD ഡിവൈഡ് ബൈ DB എന്ന് പറയുന്നത് 7.2 ആണ്, AE എന്ന് പറയുന്നത് 1.8, ഇത് 5.4 ആണ്. ഇതിങ്ങനെ അങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ AD ഈസ് ഈക്വൽ ടു 1.8 ഇൻറ്റു 7.2 ഡിവൈഡ് ബൈ 5.4 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 18 ഇൻറ്റു 3 ആണ് 54. അപ്പം ഇത് നമുക്ക് 0.3 എന്ന് വരുന്നു. വീണ്ടും എന്താ, നമുക്ക് വേണമെങ്കിൽ 72 ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാം. പോയിന്റ് മാറ്റുമ്പോൾ ഇല്ലേ? 72 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? 23 6 4 12 24. അല്ല 24 അല്ല, സോറി 2.4 ആയിരിക്കും. ഇത് വരുന്നത് 0.3 അല്ലേ? അപ്പം 7.2 ഡിവൈഡ് ബൈ എന്താണ് 0.3 അല്ല വരുന്നത്, ഇത് 3 ആ വരുന്നത്. ഇത് 3 ആ വരുന്നത്. ഓക്കെ, അപ്പം 7.2 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 2.4 ആയിരിക്കും വരിക. ഓക്കെ, എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. E and F are points on the sides PQ and PR respectively of a triangle PQR. For each of the following cases state whether EF parallel to QR. ഒന്നാമത്തേത് PE is equal to 3.9 centimeter
EQ is equal to 3 centimeter, PF is equal to 3.6 centimeter, FR is equal to 2.4 centimeter. അവർ പറഞ്ഞത് ഇത് പടം നമ്മൾ തന്നെ വരയ്ക്കണം. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഇയും എഫും പി ക്യു എന്ന് പറയുന്നതിന്റെയും പി ആർ എന്ന് പറയുന്ന സൈഡിലുമുള്ള 2 പോയിന്റ് ആണ്. ആ ട്രയാങ്കിള് പി ക്യു ആർ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പി ക്യു ആർ തന്നെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുക. പി ക്യു ആർ, ഇത് പി ക്യു ആർ ആണ്, നിങ്ങൾ അങ്ങ് വരയ്ക്കുക. എന്നിട്ട് ഇയും എഫും പി ക്യൂയിലും പി ആറിലുള്ള 2 പോയിന്റ് ആണ്. പി ക്യൂയിലും പി ആറിലുള്ള 2 പോയിന്റ് ആണ് ഇയും എഫും. ഇ എഫ് പാരലൽ ടു ക്യു ആർ ആണ് ആകണമെങ്കിൽ നമുക്കറിയാലോ പി ഇ ഡിവൈഡ് ബൈ ക്യു ഇ ക്യു ചെയ്യുമ്പോൾ പി എഫ് ഡിവൈഡ് ബൈ, അതായത് ഇത് പാരലൽ ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്താ പാരൽ കുറെ ഇതിന്റെ സൈഡ് തന്നിട്ടുണ്ട്. അതായത് പി ഇ എന്ന് പറയുന്നത് 3.9 തന്നിട്ടുണ്ട്, ഇ ക്യു എന്ന് പറയുന്നത് 3 തന്നിട്ടുണ്ട്, പി എഫ് എന്ന് പറയുന്നത് 3.6 തന്നിട്ടുണ്ട്, എഫ് ആർ എന്ന് പറയുന്നത് 2.4 തന്നിട്ടുണ്ട്. നമുക്ക് എന്താ ഇത് രണ്ടും പാരലൽ ആകണമെങ്കിൽ എന്താ കോൺവേഴ്സ് ഓഫ് ബി പി ടി വെച്ചിട്ട് പി ഇ ഡിവൈഡഡ് ബൈ ഇ ക്യു എന്ന് പറയുന്നത് പി എഫ് ഡിവൈഡഡ് ബൈ എഫ് ആർ ആയെങ്കിൽ മാത്രമേ എന്തെന്ന് പറയാൻ പറ്റത്തുള്ളൂ, ഇ എഫ് പാരലൽ ടു ക്യു ആർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഇഫ് ഇങ്ങനെ എഴുതിയിട്ട് then ആണല്ലോ. അപ്പൊ അത് നോക്കാം. പി ഇ നമുക്ക് 3.9 ആയിട്ടേ, ഇ ക്യു 3 ആണ്. അപ്പം ഇതെന്തായാലും നമ്മൾ വെട്ടുന്ന സമയത്ത് എന്താണ് ഇത് 1.3 അല്ലേ. അപ്പൊ ഈ സൈഡ് നമുക്ക് ചെയ്യുന്ന സമയത്ത് 33 39, ഇത് 1.3 ഡിവൈഡ് ബൈ 1 ആയിരുന്നത്. അടുത്ത ഒന്ന് ചെയ്ത് നോക്കിയേ, പി എഫ് ഡിവൈഡ് ബൈ, ഇത് പി ഇ ഡിവൈഡ് ബൈ ഇ ക്യു ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്, 1.3 ഡിവൈഡ് ബൈ 1 ആയിരുന്നത്. അതേപോലെ തന്നെ ഇത് ചെയ്ത് നോക്കുമ്പോഴോ, അതായത് പി എഫ് ഡിവൈഡ് ബൈ എഫ് ആർ ചെയ്ത് നോക്കുമ്പോഴോ 3.6 ഡിവൈഡ് ബൈ 2.4 ആയിരുന്നു. അതായത് 36 ഡിവൈഡ് ബൈ 24 ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 18/24, വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 9 ഡിവൈഡ് ബൈ 2 6, വീണ്ടും 3 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 3 9 2 3/2 ആണ്. 3/2 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്താ 1.5 ആ വരുന്നത്. ശരിയല്ലേ? ഇത് 1.3യും ഇത് 1.5 ആണ്. ഇത് ഒരിക്കലും എന്താ നമുക്ക് പി ഇ ബൈ ഇ ക്യു നോട്ട് ഈക്വൽ ടു പി എഫ് ഡിവൈഡഡ് ബൈ എഫ് ആർ ആയിരിക്കും. സോ നമുക്ക് എന്താ എഴുതാം, സോ എന്താണ് ഇ എഫ് നോട്ട് പാരലൽ ടു ക്യു ആർ. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, ഇത് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇതിന്റെ സെക്കൻഡ് പാർട്ട്. ഇത് മനസ്സിലായോ? ഇത് ഓരോരുത്തരോടും ചോദിക്കാം. ഇത് മനസ്സിലായോ എന്ന് പറഞ്ഞേ. അതായത് ആരവ് ഇടയ്ക്ക് ഓടിപ്പോയി. ആരവിന് മനസ്സിലായത്? ഓക്കെ. ഐറിന്, അൽവിന, അർച്ചിത, ആശിഷ്, ഡീന്, ദേവനന്ദ, എനോക്ക്. ഓക്കെ. റിജോ, സിദ്ധാർത്ഥ്, ശ്രേയ, ദേവജിത്ത്, രോഹിത്. ഓക്കെ, ഇത് ഈ ക്വസ്റ്റ്യന്റെ തന്നെ രണ്ടാമത്തെ പാർട്ടാണ്. അവര് രണ്ടാമത്തെ പാർട്ട് തന്നിരിക്കുന്നത്. പി ഇ എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ക്യു ഇ എന്ന് പറയുന്നത് 4.5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, പി എഫ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ആർ എഫ് എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പറഞ്ഞു. അല്ലാതെ നോക്കിക്കോ, അത് പാരലൽ ആണോ നോക്ക്. ഈ റീഡിംഗ് വെച്ചിട്ട് അത് പാരലൽ ആവുന്നുണ്ടോ നോക്ക്. അതായത് പി ഇ ഡിവൈഡഡ് ബൈ ഇ ക്യു ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്യു ഇ ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെ പി എഫ് ഡിവൈഡഡ് ബൈ ആർ എഫ് ചെയ്യുമ്പോൾ കിട്ടണം. എന്നിട്ട് അൽവീന പറഞ്ഞത് പാരലൽ ആണോ അല്ലയോ?
സർ പാരലൽ പാരലാണ്. അതെ. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് വേണ്ടത് PE ഡിവൈഡഡ് ബൈ QE ചെയ്യുമ്പോൾ അത് PF ഡിവൈഡഡ് ബൈ RF ഈക്വൽ ആവണം. അപ്പൊ നമുക്ക് 4/4.5 എന്ന് പറയുന്നത്, അതായത് നമുക്ക് എന്താ PE ഡിവൈഡഡ് ബൈ QE എന്ന് പറയുന്നത് 4/4.5 ആണ്. ഇതെന്താ, ഇത് PF ഡിവൈഡഡ് ബൈ RF ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 8/9. ഇതെങ്ങനെ നമുക്ക് ഇതെങ്ങനെ കിട്ടും ഒന്ന് പറഞ്ഞേ. അൽവീന ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. അൽവീന, ഏതാ സർ? ഇപ്പൊ നമ്മൾ ചെയ്തത് അത് 4.5 നമ്മൾ താഴെ ഡെസിമൽ ആയതുകൊണ്ട് ഇൻറ്റം ചെയ്ത് ഇൻറ്റു 10 ചെയ്തിട്ട് അതായത് ഇതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ഇത് 4 വരും, ഇതിനെ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ ഇത് 4.5 വരും. അപ്പൊ അപ്പുറത്തെ തന്നെ ഇപ്പുറത്തും വന്നു, അങ്ങനല്ലേ ഉദ്ദേശിച്ചേ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ് ഇവിടെ എന്ത് പാരലാണ്? ഇവിടെ EF ആസ് എന്താ ഇങ്ങനെ എഴുതാം. ഇത് ഇത്ര എഴുതിയിട്ട് എന്താണ് ആസ് എന്താണ് PE ഡിവൈഡഡ് ബൈ QE is equal to PF divided by RF. എങ്ങനെ എഴുതാം? EF parallel to QR. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അതിന്റെ തന്നെ മൂന്നാമത്തെ പാർട്ടാണ്. അതിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. PQ എന്ന് പറയുന്നത് 1.28 ആണ് തന്നിരിക്കുന്നത്. PR എന്ന് പറയുന്നത് 2.56 ആണ് തന്നിരിക്കുന്നത്. PE എന്ന് പറയുന്നത് 0.18 ആണ് തന്നിരിക്കുന്നത്. PF എന്ന് പറയുന്നത് 0.36 ആണ് തന്നിരിക്കുന്നത്. ഇതെന്താ, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താ PQ. ഓക്കെ, നമുക്ക് ആ PQR ട്രയാങ്കിൾ ഇവിടെ നോക്കിക്കോണം. അവർ തന്നിരിക്കുന്ന റീഡിങ് ഓരോ കാര്യങ്ങൾ നോക്കിക്കോണം കേട്ടോ. അത് ആ പടം വരച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ PQR, ഇവിടെ നോക്കിയോ PQR. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇവര് നിങ്ങള് PQ ഡിവൈഡ് ബൈ PR എന്ന് എഴുതി വെക്കല്ലേ, അത് തെറ്റാ. കാരണം എന്താണെന്ന് നോക്കിക്കോണം. അത് പടം വരച്ചിട്ട് ആ റീഡിങ് ഏതിന്റെ അവർ തന്നിരിക്കുന്നതെന്ന് ആദ്യം നോക്കണം. മനസ്സിലായോ? PQന്റെ റീഡിങ് അവർ മൊത്തത്തിൽ കണ്ടോ, PQR എന്ന് അവർ ട്രയാങ്കിൾ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഇവിടെയാണ് അവർ എന്ത് തന്നിരിക്കുന്നത്? ഇവിടെയാണ് അവര് EF തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ PQ മൊത്തത്തിലാണ് അവര് 1.28 തന്നിരിക്കുന്നത്. അത് അവിടെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ PR മൊത്തത്തിലാണ് 2.56 തന്നിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് PE അവർ തന്നിരിക്കുന്നത് 0.18 ആണ്. PF അവർ തന്നിരിക്കുന്നത് 0.36 ആണ്. 0.18ഉം 0.36ഉം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി EQ എന്ത് വരും എന്നുള്ളത് മൈനസ് ചെയ്ത് നോക്കണം. എന്താ EQ എന്ന് പറയുമ്പോൾ 1.28 മൈനസ് 0.18 ആണ്. അപ്പം 1.1 ആണ്. ഇപ്പുറത്ത് 2.56ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 3.36 കുറച്ച് കഴിഞ്ഞാൽ 0.22 2.20 ആണ് ഇവിടെ വരുന്നത്. 2.2 വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഷ്യോ എടുക്കേണ്ടത് ഇതാ. എന്താ PE ഡിവൈഡഡ് ബൈ EQ വിൽ ബി ഈക്വൽ എന്താ PF ഡിവൈഡഡ് ബൈ FR ആയിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം.
PE ഡിവൈഡഡ് ബൈ EQ കണ്ടുപിടിക്കാം. ഓർത്തോണേ നിങ്ങളിത് ഇത് മറ്റേ രീതിയിൽ തന്നെ ചെയ്തു. തന്നിരിക്കുന്ന വാല്യൂ ചുമ്മാ ഡിവൈഡ് ചെയ്ത് വെക്കല്ലേ, പടം വരച്ച് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതാണോ അവർ ഉദ്ദേശിക്കുന്നത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇത് നമുക്ക് 0.18 ഡിവൈഡഡ് ബൈ ഇത് 1.1. അടുത്തത് എന്താ? അടുത്തത് PF ഡിവൈഡഡ് ബൈ FR ആണ്. അത് 0.36 ഡിവൈഡഡ് ബൈ എത്രയാണ്? 2.2. ഇത് വെട്ടുമ്പോൾ നമുക്ക് അത് തന്നെ കിട്ടും. നോക്കി, ഇതിനെ രണ്ടിനെ ഒന്ന് കട്ട് ചെയ്തേ. ഇതിനെ രണ്ടിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.18 ഡിവൈഡഡ് ബൈ 1.1 എന്ന് തന്നെ വരും. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? PE ഡിവൈഡഡ് ബൈ EQ വിൽ ബി ഈക്വൽ ടു PF ഡിവൈഡഡ് ബൈ FR. സോ നമുക്ക് എന്തെന്ന് എഴുതാം? സോ എന്താണ്? EF പാരലൽ ടു EF പാരലൽ ടു QR. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഈ ക്വസ്റ്റ്യൻ മറ്റേതുപോലെയല്ല. മറ്റേത് ഡയറക്റ്റ്ലി അവരാ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട സൈഡ് ആയിരുന്നു മറ്റു രണ്ട് ക്വസ്റ്റ്യനകത്ത് തന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല തന്നത്. ഇവിടെ ആ സൈഡുകൾ തന്നിട്ടില്ല. ആ സൈഡുകൾ മൊത്തം വാല്യൂ ആണ് തന്നത്. ആ മൊത്തം ലെങ്തിൽ നിന്ന് തന്നിരിക്കുന്ന മൈനസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ളതൊക്കെ കണ്ടുപിടിച്ചതെന്നുള്ള കാര്യം ആലോചിക്കുക. അറിയത്തില്ലെങ്കിൽ ചോദിക്കുക. എവിടാ പറയണ്ടേ? തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് അതായത് ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ആ മനസ്സിലാകാത്ത പോയിന്റ് തൊട്ട് എന്നോട് പറയാ കേട്ടോ. മൊത്തം പറഞ്ഞു തീർക്കാൻ ഇരിക്കരുത് കേട്ടോ. ഓക്കെ. അപ്പം നമ്മള് ഈ ട്രയാങ്കിൾ നമ്മളിപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം ട്രയാങ്കിൾ അങ്ങ് വരയ്ക്കണം. ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ട്രയാങ്കിൾ വരയ്ക്കാതാ ചെയ്തത്. അത് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ മോഡൽ ആയതുകൊണ്ട് തന്നെ. അപ്പൊ ഇത് PQR ആണ് ട്രയാങ്കിൾ. എന്നിട്ട് അവര് പറയുന്നത് EF ഇങ്ങനെ വരയ്ക്കാനാണ്. ഇങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ EF പാരലൽ ആണോ അല്ലയോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? EF പാരലൽ ആണോ എന്ന് അറിയണമെങ്കിൽ PE ഡിവൈഡഡ് ബൈ EQ എന്നുള്ളത് PF ഡിവൈഡഡ് ബൈ FR ആയിരിക്കണം. ആണോ? ഇപ്പൊ ആരാ ചോദിച്ചത്? എനോക്കാണോ? ഇങ്ങനെ ആയിരുന്നാൽ മാത്രമല്ലേ നമുക്ക് EF പാരലൽ ടു QR എന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. ആണ്. ഇപ്പൊ തന്നിരിക്കുന്ന റീഡിങ് ഏതൊക്കെയാ തന്നിരിക്കുന്നത്? തന്നിരിക്കുന്ന റീഡിങ് ഏതൊക്കെയാ തന്നിരിക്കുന്നേ? PQ 1.28. PQ എന്ന് പറയുമ്പോൾ ഈ മൊത്തം ലെങ്ത് അല്ലയോ? അതെ സർ. അത് 1.28. പിന്നെന്തോ തന്നിരിക്കുന്നേ? PR 2.56. PR എന്ന് പറയുമ്പോൾ അതും ഇപ്പുറത്തെ സൈഡിലെ മൊത്തം ഡിസ്റ്റൻസ് അല്ലയോ? അതെ സർ. ഇനി PE is 0.1 എന്ന് പറയുമ്പോഴത്തേക്കും വേണ്ടി ഇത്രയും 0.18 അല്ലയോ? അതെ സർ. മറ്റേ 0.36. PF 0.36. നമുക്ക് ഏതൊക്കെ സൈഡാ പാരലൽ ആണോ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ വേണ്ടത്? നമുക്ക് ഈ EF പാരലൽ ടു QR ആക്കണമെങ്കിൽ ഏതൊക്കെ സൈഡാണ് വേണ്ടതെന്ന് റേഷ്യോ ആക്കാൻ? എന്നൊക്കെ പറ. എന്നൊക്കെ പോയോ? എന്നൊക്കെ കേൾക്കാമോ? എന്നൊക്കെ പറഞ്ഞേ. എന്നൊക്കെ എന്നൊക്കില്ലേ ഇവിടെ? സർ ലെഫ്റ്റ് നോക്കാം. വേറെ ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ ചോദിച്ചേ? പെട്ടെന്നാട്ടെ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു? പെട്ടെന്നാട്ടെ. എനിവേ നോക്കിയോ, അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ ഇത്രയും നമുക്ക് വേണ്ടത് ഈ സൈഡും ആണ് വേണ്ടത്. അതേപോലെ ഇത്രയും സൈഡും ആണ് വേണ്ടത്. ഇത് രണ്ടും തന്നിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ മൊത്തം 1.28 0.18 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 1.10 ആണ്. ഇവിടെ 2.20 വരും.
അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അതായത് 0.18 ഡിവൈഡഡ് ബൈ 1.10 ആണ് ഒരു സൈഡിൽ ചെയ്യേണ്ടത്. അതായത് അതേതാ, അത് PE ഡിവൈഡഡ് ബൈ എന്താ EQ ആണ്. അതേപോലെ തന്നെ PF ഡിവൈഡഡ് ബൈ FR ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആയിരിക്കും കിട്ടുക? അതായത് 0.36 ഡിവൈഡ് ബൈ 2.20 ആയിരിക്കും. ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന 1.0.18 1.10 തന്നെയാണ് കിട്ടുന്നത്. ഇത് രണ്ടും പാരലാണ്, ഇത് രണ്ടും പാരലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം, നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം, നോക്കിക്കോളൂ. In figure 6.18, if LM parallel to CB and LN parallel to CD, prove that AM divided by AB will be equal to AN divided by AD. അപ്പം ഇവിടെ പടം തന്നിരിക്കുന്നത് 6.18 അല്ലേ? പടം തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, നോക്കിക്കോളൂ. ഓക്കെ, അവര് തന്നിരിക്കുന്ന എടുത്ത് ആദ്യം തന്നെ പടം വരച്ചത് എല്ലാം പാരലൽ ടു CB. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം AMBCDN. ഇവിടെ എല്ലാം പാരലൽ ടു CB എന്ന് പറയുമ്പോഴത്തേക്കും ഇത് രണ്ടും പാരലാണ് അർത്ഥം. അതേപോലെ LN പാരലൽ ടു CD എന്ന് പറയുമ്പോഴത്തേക്കും ഇത് L ആണ്, ഇത് CD എന്ന് പറയുമ്പോഴത്തേക്കും ഇത് രണ്ടും പാരലാണ്. ഓക്കെ, ഒന്ന് ചെയ്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AM divided by AB will be is equal to AN divided by AD എന്ന് പ്രൂവ് ചെയ്യണം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ച് 5 മിനിറ്റ് തരാം ചിന്തിക്കാൻ, എന്നിട്ട് നമുക്ക് ഞാൻ ചെയ്തു തരാം. ട്രയാങ്കിൾസ് പാടാണേ. ഇത് സിമ്പിൾ അല്ലേ മക്കളെ? ഇവിടെ നോക്കിക്കോ, എല്ലാരും നോക്കിക്കോ. ഞാൻ ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ ACB എടുക്കുന്നു. ACB എന്ന് പറയുമ്പോൾ ഏത് ട്രയാങ്കിളാ? ഞാൻ വേറൊരു കളർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ട ഈ മൊത്തം ട്രയാങ്കിൾ. ഈ മൊത്തം ട്രയാങ്കിളിനകത്ത് എന്താണ്
അവർ ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണ് LM പാരലൽ ടു CB ആന്ന് പറഞ്ഞിട്ടുണ്ട്. LM പാരലൽ ടു CB ആണെങ്കിൽ അക്കോർഡിംഗ് ടു BPT എന്താ അക്കോർഡിംഗ് ടു BPT നമുക്ക് എന്താന്ന് എഴുതാം BPT അക്കോർഡിംഗ് ടു BPT എന്താന്ന് എഴുതാം ആ സൈഡ് അതായത് AM ഡിവൈഡഡ് ബൈ MB വിൽ ബി ഈക്വൽ ടു AL ഡിവൈഡഡ് ബൈ LC എന്ന് എഴുതാം. ആണല്ലോ? ആണ്. ഇനി അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അടുത്ത ട്രയാങ്കിൾ ഞാൻ ഇതാണ് എടുക്കാൻ പോകുന്നത്. ഈ ട്രയാങ്കിൾ ഈ ട്രയാങ്കിളിനകത്തും എന്താ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് ഇൻ ട്രയാങ്കിൾ ADC അവിടെയും അവർ പറഞ്ഞിട്ടുണ്ട് LN പാരലൽ ടു CD എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ അക്കോർഡിംഗ് ടു BPT അക്കോർഡിംഗ് ടു ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം നമുക്ക് എന്താന്ന് എഴുതാം AL ഡിവൈഡഡ് ബൈ AN will be equal to AL divided by AN അല്ലോ AL divided by LC equal to AN divided by ND ആണ് എഴുതാം. ഓക്കെ ആണല്ലോ? ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ RHSഉം ഇതിന്റെ LHS ഈക്വൽ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ആൾക്കാരെ നമുക്ക് എന്തായിട്ട് എഴുതാം ഈക്വൽ ആയിട്ട് എഴുതാമല്ലോ AM divided by MB AM നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് AM divided by AB AM divided by AB is equal to AN divided by AD AN divided by MB. ഒരു സെക്കൻഡ് നിങ്ങളെ from 1 and 2 AM divided by MB will be equal to AN divided by MB എഴുതല്ലേ ഞാൻ കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ ഇവിടെ നോക്കിയോ ഓക്കെ കുഞ്ഞുങ്ങളെ ഇവിടെ നോക്കിയോ എല്ലാവരും ഇവിടെ നോക്കിയോ നമ്മള് ഇവിടെ അതായത് നമ്മള് മറ്റേ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം നമ്മൾ ആ ട്രയാംഗിൾസിൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 1 ഉം 2 ഉം ഇങ്ങനെ കിട്ടി. നോക്കിയേ 1 ന്റെയും 2 ന്റെയും ഇവിടെ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പം LM പാരലൽ ടു CB ആന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ LN പാരലൽ ടു CD ആന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ AM എന്ന് പറയുമ്പോൾ ഇത് AM ഡിവൈഡഡ് ബൈ AB is equal to AN divided by AD എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷെ അങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് BPT വെച്ച് ഡയറക്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. BPT വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്താ ഇത് രണ്ടെണ്ണം പാരലൽ ആയാൽ ഇത് ഡിവൈഡഡ് ബൈ ഇത് is equal to ഇത് ഡിവൈഡ് ബൈ ഇതെന്ന് എഴുതാം. അത് നമ്മൾ ആദ്യം എഴുതി AM divided by MB is equal to AL divided by LC. അത് കഴിഞ്ഞു. ഓക്കെ, അടുത്ത ട്രയാംഗിൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് നമുക്ക് അവിടെ എന്ത് എഴുതാം AN divided by എന്താണ് ND is equal to AL divided by LC എന്ന് എഴുതി. അതിനെ ഇക്വേഷൻ 2 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ
ഇതും എ എൽ ബൈ എൽ സി ആണ്, ഇതും എ എൽ ബൈ എൽ സി ആണ്. അപ്പൊ ഇക്വേഷൻ 1ഉം 2വിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? അതിന്റെ അപ്പുറത്തെ രണ്ട് സൈഡിൽ കിടക്കുന്ന ആൾക്കാരെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാലോ. അപ്പൊ ഫ്രം 1 ആൻഡ് 2 നമുക്ക് എന്താന്ന് എഴുതാം? ഫ്രം 1 ആൻഡ് 2 നമുക്ക് എന്താന്ന് എഴുതാം? am divided by mb equal to an divided by nd. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതല്ല. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? am divided by ab വരണം. ഇപ്പൊ am divided by mb ആ കിടക്കുന്നത്, ശരിയല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇതിനെ ആദ്യം അങ്ങോട്ട് എന്താണ് ഫ്ലിപ്പ് ചെയ്യുക, റെസിപ്രോക്കൽ എടുക്കുക. ടേക്കിംഗ് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? am by mb എന്ന് പറയുമ്പോൾ mb by am ആവും, ആണല്ലോ. which will be is equal to, ഇവിടെയും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ nd divided by an ആവും, ആണല്ലോ. ഞാൻ രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യാൻ പോവാ. adding 1 on both side. രണ്ട് സൈഡിലും 1 ആഡ് ചെയ്താൽ എന്ത് വരും? mb divided by am plus 1 is equal to nd divided by an plus 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ് LCM എടുക്കുകയാണെങ്കിൽ mb plus am divided by am which will be is equal to nd plus an divided by എന്താ an എന്ന് വരും. mb plus am എന്താണെന്ന് നമുക്ക് പടത്തിൽ പോയി നോക്കിയിട്ട് വരാം. mb എന്ന് പറയുമ്പോൾ ഇതാണ്, am എന്ന് പറയുമ്പോൾ ഇതാണ്. mb plus am ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ab ആയിരിക്കും കിട്ടുന്നത്, കണ്ടോ? അപ്പം ഇത് മുകളിൽ ab ആയി, ab divided by താഴെ am തന്നെ, which will be is equal to nd plus an. nd എന്ന് പറയുമ്പോൾ ഇത് an എന്ന് പറയുമ്പോൾ ഇത് nd plus an ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ad ആ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ad divided by an എന്ന് എഴുതാം. ഇതല്ല വരേണ്ടത്, എന്താ? നമുക്ക് ab divided by അല്ലായിരുന്നു വരേണ്ടത്, am divided by ab യും an divided by ad വരേണ്ടത്. ഇത് നമ്മൾ നേരെ തിരിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ എന്താ മതി? ടേക്കിംഗ് റെസിപ്രോക്കൽ on both side. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? am divided by ab which will be is equal to an divided by, കണ്ടോ? ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. hence proof. ഇത് എഴുതി കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ? നാലാമത്തെ, ഇൻ ദ ഫിഗർ DE പാരലൽ ടു AC. അതൊന്ന് ചെയ്ത് പെട്ടെന്നാട്ടെ, ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പെട്ടെന്നാട്ടെ. സർ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം. താഴോട്ട് കാണിക്കാം. ഓക്കെ ആണോ? ഓക്കെ സർ. ഇത് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് പെട്ടെന്നാട്ടെ, ഇത് കഴിഞ്ഞിട്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേക്കണേ.
അൽവിന കിട്ടുന്നുണ്ടോ അടുത്ത ക്വസ്റ്റ്യൻ? ഉണ്ട് സർ. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ കിട്ടിയോ? ഫോർത്ത് ചെയ്തോണ്ടിരിക്കും. ഓക്കെ. ഓക്കെ മക്കളെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് പറഞ്ഞു തരാൻ നോക്കിയോ. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ DE parallel to AC and DF parallel to AE. Prove that BF divided by FE is equal to BE divided by EC. അവര് പടവും തന്നിട്ടുണ്ട്. പടം then ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഇവിടെ കൺഫ്യൂഷൻ ഒന്നും ആവല്ലേ. ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നോക്കിയോ, ABC ഇത്, അതേപോലെ തന്നെ DFE ഇങ്ങനെയാണ് പോയിന്റ്സ്. ട്രയാങ്കിൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ആദ്യം ഫുൾ ട്രയാങ്കിൾ എടുക്കുന്നത്. അതായത് നോക്കിയോ, ഈ ട്രയാങ്കിൾ എടുക്കും. ഈ ട്രയാങ്കിളിന്റെ എടുക്കുമ്പോൾ പാരലൽ ലൈൻസ് ആയിട്ട് ഏതാ എടുക്കുന്നതെന്ന് അറിയാമോ? ഈ DEയും അതേപോലെ തന്നെ ACയും പാരലാന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിങ്ങൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറി അപ്ലൈ ചെയ്യും. എന്താ, എങ്ങനെ അപ്ലൈ ചെയ്യും? ഇത് ഡിവൈഡഡ് ബൈ സോറി ഇതല്ലല്ലോ, ഇത്രയല്ലോ, ഇവിടെ വരെ ഇത് ഡിവൈഡഡ് ബൈ ഇത് ഈസ് ഈക്വൽ ടു ഇത് ഡിവൈഡഡ് ബൈ ഇത് ആണല്ലോ. ആണ്. എന്നിട്ട് ആ ട്രയാങ്കിൾ വിട്ടിട്ട് ബാക്കി ഏത് ട്രയാങ്കിൾ എടുക്കുമെന്ന് അറിയാമോ? ആ ട്രയാങ്കിൾ വിട്ടിട്ട് ബാക്കി ഏത് ട്രയാങ്കിൾ എടുക്കണമെന്ന് അറിയാമോ? ഇത് കാണിക്കാം. ആ ട്രയാങ്കിൾ വിട്ടിട്ട് ഇത് എടുക്കും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഈ ട്രയാങ്കിൾ, അതായത് ഈ ട്രയാങ്കിൾ എടുക്കുമ്പോൾ നിങ്ങൾ പാരലൽ ലൈൻസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് DF കണ്ടോ, ഇതും പാരലാണ്, ഇതും അതേപോലെ തന്നെ ഇതും പാരലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെ അത് രണ്ടും പാരൽ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? അത് രണ്ടും പാരൽ ആണെങ്കിൽ ഇത് ഡിവൈഡ് ബൈ ഇത് ഈസ് ഈക്വൽ ടു ഇത് ഡിവൈഡ് ബൈ ഇത് എന്ന് എടുക്കാം. അപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടും അത്. അപ്പൊ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഇൻ ട്രയാങ്കിൾ ABC DE പാരലൽ ടു AC ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, BE divided by EC will be equal to BD divided by എന്താണ്, DA എന്ന് എടുക്കാം. അത് BPT വെച്ചിട്ടാണ്, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അടുത്ത ട്രയാങ്കിൾ എടുക്കുകയാണ്. ഇൻ ട്രയാങ്കിൾ BAE എടുക്കുകയാണ്. അവിടെ DF പാരലൽ ടു A എന്നാണ് എടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അവിടെയും എന്താണ് ഇങ്ങനെ എടുക്കാൻ പറ്റും, BF divided by FE is equal to BD divided by DA എന്ന് എടുക്കാൻ പറ്റും. അതും BPT വെച്ചിട്ടാണ്. നോക്കിയേ, ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുക. ഇതിന് രണ്ടിനെയും RHS ഈക്വൽ, അപ്പൊ LHS നെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓൺ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 and 2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? BE divided by EC will be equal to BF divided by എന്താ, FE എന്ന് കിട്ടും. അത് തന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നേരെ തിരിച്ചു വന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല.
ക്ലിയർ ആണോ? Yes, sir. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്യാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണേ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരാം. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ആറാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. 6th ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ ചെയ്തുതരാം. അതും കൂടെ ചെയ്യാം. പിന്നെ അതിനകത്ത് ബാക്കിയുള്ളതെല്ലാം ഈ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണേ. അത് നമുക്ക് മറ്റേ എന്താണ് നമ്മുടെ ബേസിക് പ്രൊപ്പോർഷനാലിറ്റി തിയറം അത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ്. അവർ പറഞ്ഞിരിക്കുന്ന പോലെ പ്രൂവ് ചെയ്യണം. അത് ഈ 9th ക്ലാസ്സിലുള്ള കുറച്ച് പ്രൂഫ് ഒക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ ചെയ്യിപ്പിക്കുന്നത് മെയിൻ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അത് ചെയ്തെടുക്കാം. അപ്പൊ ഈ ആറ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് 9ഉം 10ഉം. 6 ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു. 6 ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ പെട്ടെന്ന് തന്നെ. ഇത് സിമ്പിളാ മക്കളെ. ഇത് നോക്കിക്കോ. അതായത് നിങ്ങൾ ഈ ട്രയാങ്കിൾ എടുക്കുക. ഈ ട്രയാങ്കിളിന്റെ അവർ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് രണ്ടെണ്ണം പാരലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരുടെ സൈഡ്സ് റേഷ്യോസിലായിരിക്കുമല്ലോ. ഓക്കെ. അതേപോലെ തന്നെ അടുത്ത പാരൽ ആയിട്ടിരിക്കുന്ന ഏത് ട്രയാങ്കിൾ ആണെന്ന് നോക്കുക. അടുത്ത പാരൽ സൈഡ് തന്നിരിക്കുന്നത് ഇതാ. അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്താ അതിന്റെ സൈഡ്സ് റേഷ്യോസിലാന്ന് എഴുതാലോ. ഇത് രണ്ടും പാരൽ ആയതുകൊണ്ട് അല്ലയോ. ഇങ്ങനെ നമുക്ക് ഇത് രണ്ടും പാരൽ ആയതുകൊണ്ട് അതിന്റെ സൈഡ്സ് റേഷ്യോസിലാന്ന് എഴുതാലോ. ഇതിന്റെ സൈഡിനകത്ത് ഈ സൈഡ് വരുന്നുണ്ട്, ഇതിന്റെ സൈഡിനകത്തും ഈ സൈഡ് വരുന്നുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാം ഈ സൈഡും റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടെണ്ണം പാരലൽ ആയിരിക്കും.
അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു കൺസെപ്റ്റ് അതാണ്. ഞാൻ എഴുതി തരാം. അതായത് ബൈ ഓരോ വേർഡിങ് ഞാൻ എഴുതി തരാം. ഇവിടെ നോക്കിയോ. ഇത്രയാണ് അവർ തന്നിരിക്കുന്നത്. അപ്പം ഇൻ ട്രയാങ്കിൾ ഒ പി ക്യു എ ബി പാരലൽ ടു പി ക്യു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒ എ ഡിവൈഡഡ് ബൈ എ പി ഈസ് ഈക്വൽ ടു ഒ ബി ഡിവൈഡഡ് ബൈ ബി ക്യു എന്ന് എഴുതാം. ഓക്കെ, അതോടെ കിടക്കട്ടെ. ഇക്വേഷൻ നമ്പർ 1. അതേപോലെ തന്നെ ഇൻ ട്രയാങ്കിൾ ഒ പി ആർ എടുത്തിരിക്കുകയാണ്. അവിടെ എന്തൊക്കെയാ പാരലൽ തന്നിരിക്കുന്നത്? എ സി പാരലൽ ടു പി ആർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ബി പി ടി വെച്ചിട്ടാണ്, അതൊന്ന് മെൻഷൻ ചെയ്തേക്കണം, ബി പി ടി. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താന്ന് എഴുതാം? ഇവിടെ നമുക്ക് വീണ്ടും എന്താ ഒ എ ബൈ എ പി ഈസ് ഈക്വൽ ടു എന്താന്ന് എഴുതാം? ഒ സി ഡിവൈഡഡ് ബൈ സി ആർ എന്ന് എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇതും ബി പി ടി വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രം 1 and 2 നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രം 1 and 2 അതിന്റെ എൽ എച്ച് എസ് രണ്ടിന്റെ ഈക്വൽ. അങ്ങനെയാണ് ആർ എച്ച് എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒ ബി ഡിവൈഡഡ് ബൈ ബി ക്യു ഈക്വൽ ടു ഒ സി ഡിവൈഡഡ് ബൈ സി ആർ. അതായത് ഇത് രണ്ടും ഇതിന്റെ ഈ റേഷ്യോയും ഈ റേഷ്യോ ഈക്വൽ ആണ് പറയുന്നത്. അപ്പൊ കോൺവേഴ്സ് ഓഫ് ബി പി ടി വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? therefore നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം? ബി സി പാരലൽ ടു ക്യു ആർ എന്ന് എഴുതാം. therefore ബി സി പാരലൽ ടു ക്യു ആർ. എന്താ റീസൺ? എന്താ? കോൺവേഴ്സ് ഓഫ് ബി പി ടി. കോൺവേഴ്സ് സൈഡ് പ്രൊപ്പോർഷൻ റേഷ്യോയിൽ ആയി കഴിഞ്ഞാൽ പാരലൽ ആയിരിക്കും എന്നുള്ളത് കോൺവേഴ്സ്. പാരലൽ ആയാൽ സൈഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളത് എന്താണ്? ബി പി ടി. ഇത് കോൺവേഴ്സ് ഓഫ് ബി പി ടി വെച്ച്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം. ഇങ്ങനെ നിർത്തുവാണേ. ഇത് എഴുതിയെടുത്തവർ